യേശുക്രിസ്തുവിന്റെ ജനനകൃഷ്ണം ആരംഭിക്കുന്നതിന് വേണ്ടി സഭകളിലായി ഒരുങ്ങുന്ന ദിവസങ്ങളാണ് ഇത്. കഴിഞ്ഞ പല ആഴ്ചകളായിട്ട് ജനനകൃഷ്ണങ്ങളോട് അനുബന്ധമായുള്ള പല വിഷയങ്ങളും തീർച്ചയായിട്ടും നാം വായിച്ച് കേൾക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ ഒരു ചരിത്രകാരന്റെ പാകകൃത്യതയോടുകൂടി വസ്തുതകൾ നിരത്തി വയ്ക്കുന്നു. എന്താണ് കാണിക്കുന്നത് ചോദിച്ചാൽ ലൂക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ നിന്നും വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ 30 വർഷങ്ങൾക്ക് ശേഷം ലൂക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല കേട്ടുകേൾവികളും പല സംഭാഷണങ്ങളും അവിടെ പരക്കെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എലിസബത്തും ദൈവദൂതനുമായിട്ടുള്ള സംഭാഷണം, കന്യകാമറിയാമും ദൈവദൂതനുമായിട്ടുള്ള സംഭാഷണം, യോസേഫ് പിതാവും ദൂതനുമായിട്ടുള്ള സംഭാഷണം, ഇതൊക്കെ കേട്ടവർ ആ ദിവസങ്ങളിൽ ആ സന്ദർഭങ്ങളിൽ അത് ബന്ധപ്പെട്ട ആളുകളുമായി പിൽക്കാലത്ത് ആ യഹൂദ സമുദായത്തിൽ ആ സമൂഹത്തിൽ നിന്നൊരു ശ്രുതിയായി മാറിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ലൂക്കോസിൽ അത് രേഖപ്പെടുത്തുന്നു. ലൂക്കോസിന് ശേഷം 3-ാം അധ്യായത്തിൽ നിന്നും ഉള്ള വേദഭാഗം വായിക്കുമ്പോൾ ആധുനിക കാലഘട്ടവും 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടവും തമ്മിൽ സമഗ്രമായ ഒരു പഠനം നടത്തപ്പെട്ട വിഷയമാണ്. ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന ചുറ്റുപാടിൽ മുതിർന്നവരായ നമ്മളോടോ താൻ കുറഞ്ഞ തലമുറയിൽപ്പെട്ടവരോടോ ചില ബന്ധങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായി പറയുന്നതിന് അറിവുള്ളവർ വളരെ കുറവാണ്. പലപ്പോഴും പല ആളുകളുടെയും പേരുകൾ നിശ്ചയമില്ല. പേരുകൾ നിശ്ചയമുണ്ടെങ്കിൽ തന്നെ എന്താണ് ശരിയായിട്ടുള്ള ബന്ധങ്ങളെന്ന് അറിയുകയും ഇന്ന് പലപ്പോഴും ആത്മീയ ഇംഗ്ലീഷ് ഭാഷയിൽ ആരെക്കാളും മക്കളുണ്ട്. മാതാവിന്റെ സഹോദരനോ പിതാവിന്റെ സഹോദരനോ ഒക്കെ അങ്കിളെന്ന് വിളിക്കപ്പെടാൻ യോഗ്യരാണെങ്കിലും ഇന്ന് അങ്കിളുകൂടി എല്ലാവരെയും ബാധിക്കും. ആരെയും ഒക്കെ വിളിക്കാം. പക്ഷെ എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് വിളിച്ചോ വിളികൾക്ക് നോക്കുമോ ഇതിന്റെ നിശ്ചയം. അപ്പോൾ ബന്ധം എന്താണ് മാത്രം നിശ്ചയം. ഞാൻ പറഞ്ഞു വന്നതെന്നാണ് ചോദിച്ചാൽ ലൂക്കോസ് 2000 വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തു ആരാണ് എന്നുള്ളത് അന്നത്തെ സമൂഹത്തിന് പറഞ്ഞു മനസ്സിലാക്കുന്നത് ആവശ്യമായി. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു വാർത്തയുണ്ടായിരുന്നത് അവൻ ഉത്തരവാദിത്തനായ യോസേഫിന്റെ മകനാണ്. അവൻ സാധാരണക്കാരനായ ഒരു തത്തിന്റെ മകനാണ്. അതിലുപരിയായ ഒരു സ്ഥാനമൊന്നും യേശുവിനായി കൊടുത്തില്ല. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ് യേശുക്രിസ്തു ആരംഭിച്ച് യോസേഫിലൂടെ പിമ്പിലേക്ക് സഞ്ചരിച്ച് ആദാമിനെ നിർത്തുകയും ആദാം ദൈവത്തിൽ നിർത്തുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് പിതാവാം ദൈവത്തിലേക്ക് എത്തിച്ചേരുന്ന തലമുറകളുടെ വിവരണം ലൂക്കോസ് രേഖപ്പെടുത്തുന്നു. ആ വിവരണത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിവരണത്തിൽ സാധാരണക്കാരായ ആളുകളുടെയും അന്നത്തെ സമൂഹമായി അസ്വസ്ഥതരെന്നോ സ്വാമികളെന്നോ കുറ്റപ്പെടുത്തപ്പെടുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
എന്താണ് കാണിക്കുന്നത് ചോദിച്ചാൽ യേശുക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവായിട്ടാണ് ലോകത്തിലേക്ക് വന്നത്. അവൻ പാപികളെയും നീതിമാന്മാരെയും ഒന്നുപോലെ സ്നേഹിക്കുന്നവനാണ്. പിന്നീട് സുവിശേഷം വായിക്കുന്ന പോലെ നീതിമാന്മാരെയും നീതികെട്ടവരെയും ഒരുപോലെ അറിയിക്കുകയും വെയിലെ പ്രചരിപ്പിക്കുകയും ചെയ്തവനാണ് യേശുദാൻ. ആ യേശുദാന്റെ വംശാവലിയിൽ നീതിമാന്മാരും അനീതിയുള്ളവരും ധർമ്മം ചെയ്തവരും അധർമ്മം ചെയ്തവരും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അത് ഉൾപ്പെട്ടിരിക്കുന്നു. അവർക്ക് വലിയ സ്ഥാനവും പദവിയും ക്രിസ്തുവിന്റെ ചരിത്രത്തിലുണ്ട് എന്നുള്ളത് ഈ വിശേഷഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അവിടെ രൂപസ്ഥിര തലമുറകളുടെ പിന്നിലേക്ക് നോക്കുമ്പോൾ അനേക തലമുറകളിൽപ്പെട്ട പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഇതൊക്കെയും യഹൂദത്തിൽ പൂർവ്വപിതാക്കന്മാരെ അനുസ്മരിക്കുകയും അവരുടെ പേരുകൾ വഹിക്കുകയും ചെയ്യുന്നത് ഒരു പാരമ്പര്യമാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും മാമോദിസ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പേരിടും. ആ കുഞ്ഞുങ്ങൾക്ക് പേരിടും നമുക്കറിയാം. മാതാവിൻ്റെയോ പിതാവിൻ്റെയോ പിതാവിനെ അഥവാ അമ്മയുടെ ഒക്കെ പേരുകളും വെല്ലിത്തിൻ്റെയും വെല്ലിമ്മയുടെയും ഒക്കെ പേരുകളും. എന്തിനാണ് ഈ പേരുകൾ ചോദിച്ചാൽ മുൻഗാമികളുടെ പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ നിലനിൽക്കണം. അനന്തര തലമുറയിലൂടെ ആ പേരുകളും പാരമ്പര്യങ്ങളും നിലനിൽക്കണം. അർത്ഥവത്തായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ആധുനിക സംസ്കാരത്തിൽ പെട്ടെന്ന് കഴിയുമ്പോൾ ഇതൊക്കെ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പലർക്കും പേരിടാമെങ്കിലും മാമോദിസ കഴിഞ്ഞാൽ തന്നെ പിന്നീട് അവർക്ക് നിശ്ചയമില്ല എന്ത് പേരാണ് വീട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കാലത്ത് നാം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നൽകുന്ന പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ രക്ഷയുടെ തോന്നുന്ന നിർദ്ദപ്രകാരം തന്നെ സംസ്കാരത്തിന്റെ തോത് ആധുനിക കാലത്ത് ജീവിക്കണം എന്ന തോതൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുന്നു. യേശുദാന്റെ ജന്മപെരുന്നാളിലേക്ക് അടുക്കുന്ന സന്ദർഭത്തിൽ സഭ മുഴുവനായി വലിയ വിജ്ഞാനത്തോട് കാത്തിരിക്കുകയാണ്. ഈ യേശുവിനെ പറ്റി യോഹന്നാൻ പറയുന്നുണ്ട്, അവൻ ലോകത്തിലേക്ക് വന്നു, അവൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. യേശുദാൻ ജീവനായിരുന്നു, ജീവൻ ലോകത്തിലേക്ക് വന്നു, ജീവൻ ലോകത്തിന്റെ പ്രകാശമായിരുന്നു. ഇരുളിലുള്ള ജനത്തിന് അന്ധകാരത്തിലുള്ള തലമുറയ്ക്ക് പ്രകാശമായി കാണാൻ യേശുദാൻ ലോകത്തിലേക്ക് വന്നു. നാം ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ നമുക്കറിയാം വളരെ പ്രകാശമാനമാണ്. എവിടെയും അലങ്കാരങ്ങൾ ധാരാളം കാണുന്നു. ഭവനങ്ങൾ അലങ്കരിക്കുന്നു, ദേവാലയങ്ങൾ അലങ്കരിക്കുന്നു, ചുറ്റുപാടുകളൊക്കെ അലങ്കരിക്കുന്നു, ഭവനങ്ങളും വാണിജ്യശാലകളും ഒക്കെ അലങ്കരിക്കുന്നു. എല്ലാം പ്രകാശമാനമാക്കുന്നു. പക്ഷെ പലപ്പോഴും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രകാശം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? പ്രകാശം ജീവിതം പലപ്പോഴും അന്ധകാരവും തന്നെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ചുറ്റുപാടുകൾ പ്രകാശപൂർണ്ണമാണെങ്കിലും ജീവിതം അന്ധകാരപൂർണ്ണമാണെങ്കിൽ ക്രിസ്തുവിനെ ലഭിച്ചിട്ടില്ല എന്നതാണ് യഥാർത്ഥം. ആകയാൽ ജനത്തിനുള്ള അടുക്കുമ്പോൾ യഥാർത്ഥമായി ലോകത്തിന്റെ പ്രകാശമായി യേശുവിനെ കടന്നു വന്നു. ജീവനായിട്ട് പ്രകാശമായിട്ട് അന്ധകാരത്തിൽ പ്രകാശം കടന്നു വന്ന യേശുവിനാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രകാശനം തോന്നിക്കുന്നതിന്, നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി തീരുന്നതിന്, നമ്മെ പ്രകാശിക്കുന്നതിന് ഇടയാക്കുന്ന പ്രാർത്ഥനയോടും ആശംസയോടും കൂടി വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കുന്നു. ായി